ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി. സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി വൈകുന്നതിനെ ചൊല്ലി വയനാട് UDF-ലും കോൺഗ്രസിലും പൊട്ടിത്തെറി. രാഹുൽ വരാതിരിക്കാൻ ഡൽഹിയിൽ ചിലർ ശ്രമിക്കുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ വന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുൽ വന്നില്ലെങ്കിൽ വയനാട്ടിൽ T സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നില്ലെന്നും VV പ്രകാശ് പറഞ്ഞു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം, ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനിടെ മുസ്ലിം ലീഗും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. വിജയ സാധ്യതയുള്ള മണ്ഡലത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് മുതിർന്ന ലീഗ് നേതാക്കൾ കൽപ്പറ്റയിൽ യോഗം ചേർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക്, കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, സനോജ് സുരേന്ദ്രൻ, ഡൽഹിയിൽ നിന്നും M ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി വൈകുന്നതിന് ഡൽഹിയിൽ ചിലർ നാടകം കളിക്കുന്നു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മുല്ലപ്പള്ളി ഉദ്ദേശിച്ചത്? ഏത് തരം സമ്മർദ്ദമാണ് ഹൈക്കമാൻഡിന് മേൽ ഇപ്പോൾ വയനാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ളത്? മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ പരോക്ഷമായുള്ള സൂചന അത് ഇടതുപക്ഷത്തിനെതിരെയാണ്. CPM അടക്കമുള്ള ഇടത് കക്ഷികൾ വലിയ സമ്മർദ്ദം രാഹുൽ ഗാന്ധിക്ക് മേൽ പരോക്ഷമായി ചെലുത്തുന്നുവെന്ന ഒരു ആക്ഷേപമാണ് മുല്ലപ്പള്ളി ഉന്നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അധികം അത് പറയാതിരിക്കുന്നതിന്റെ കാരണം CPM കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തി മാത്രം ശക്തിയുള്ള ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ എന്ന് വന്നാൽ അത് കോൺഗ്രസിന്റെ ബലഹീനതയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആ പാർട്ടി ആരാണത് കളിക്കുന്നതെന്ന് പറയാതിരിക്കുന്നത്. ഇതിന് പാർട്ടിക്ക് അകത്ത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന ആരോപണം ഇതുവരെയും ഉയർന്നിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധി വരണമെന്ന ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി ഇനി വരുന്നില്ല എങ്കിൽ T സിദ്ദിഖിന് തന്നെ നറുക്കു വീഴുമെന്ന പ്രതീക്ഷ A ഗ്രൂപ്പ് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അത് ആരും ആകാമെന്ന ഒരു വിശദീകരണമാണ് I ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുള്ളത്. VV പ്രകാശിന്റെ പ്രസ്താവനയിൽ തന്നെ അതുണ്ട്. മാത്രമല്ല മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യവും ഒരുപക്ഷെ ഉയർന്നേക്കാം. കാരണം രാഹുൽ ഗാന്ധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിന്റെ ക്ഷീണം വലുതായി തന്നെ കേരളത്തിൽ ഒന്നടക്കം അണികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ഉണർവുണ്ടാക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യവും ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം രാഹുൽ ഇല്ല എങ്കിൽ. പക്ഷേ ഇന്നലെ വന്ന 14ാമത്തെ പട്ടികയിലും വയനാടും വടകരയും ഇടം നേടിയിട്ടില്ല. ഇന്നലത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും രാഹുൽ ഗാന്ധി ഇതേപ്പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഈ ഒരു വലിയ പ്രതിസന്ധി അറിയിച്ചതാണ് ഹൈക്കമാൻഡിനെ. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് കേരളത്തിലുള്ള നേതാക്കൾ പറഞ്ഞത് പ്രചാരണത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ പ്രഖ്യാപനത്തിലെ കാലതാമസം. വടകരയെങ്കിലും അങ്ങനെയെങ്കിൽ പ്രഖ്യാപിക്കണം, പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ജനങ്ങളെ സമീപിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനോട് ചോദിച്ചത്. അതിന് മറുപടിയായും രാഹുലും സോണിയും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ ഒരു കാലതാമസം ഉണ്ടാകുന്നതിലൂടെ രാഹുലിന്റെ മനം മാറുമോ, അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ നേതാക്കൾ വളരെ ശക്തമായി ഉന്നയിക്കുന്ന മറ്റൊരു നിലപാട്, ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി വഴങ്ങരുത്. CPM-ന് വേണ്ടിയോ അല്ലെങ്കിൽ ഘടകകക്ഷികളായ NCP-യോ LJD-യോ ഒക്കെ നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി പിന്മാറരുത്. ഇടതുപക്ഷമാണ് പരമ്പരാഗതമായി കേരളത്തിലെ കോൺഗ്രസിന്റെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് രാഹുൽ വരാതിരുന്നാൽ ഒരു സ്ഥലത്തും മത്സരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യം കൂടി ഇവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ എവിടെ നിൽക്കും, ഈ ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്ക് രാഹുൽ വഴങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയേണ്ടത്. ഇന്നെങ്കിലും തീരുമാനമുണ്ടാവുക. അങ്ങനെ ഇല്ല എങ്കിൽ എപ്പോഴായിരിക്കും തീരുമാനം? ഒരു കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ആ സംസ്ഥാനത്തെ ആകെ സാഹചര്യങ്ങൾ മാറിമറിയുകയും അനിശ്ചിതത്വം ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ 14ാം പട്ടികയിലും വയനാടും വടകരയും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം എന്താണ്? ഈ വിഷയങ്ങളൊന്നും ഇന്നലെ നടന്ന സുപ്രധാന യോഗങ്ങളിൽ ഉന്നയിക്കപ്പെടുക പോലും ചെയ്തില്ല എന്നത് കേരളത്തിലെ സാഹചര്യങ്ങളെയും ഇപ്പോഴത്തെ ഈ അനിശ്ചിതാവസ്ഥയും ഒക്കെ അത്ര നിസ്സാരമായാണ് ഹൈക്കമാൻഡ് കാണുന്നത് എന്നതിന്റെ സൂചനയാണോ?
രേണുക രണ്ട് തരത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ അലംഭാവം കാണിക്കുന്നു. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന മട്ടിൽ കരുതാൻ നമുക്ക്. കാരണം ഇത്രമേൽ സമ്മർദ്ദം വരുന്നു സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഇന്നലത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ അജണ്ടയിൽ ഉൾപ്പെടുന്നുവെന്ന് കരുതിയ വിഷയം ഒരു തരത്തിലും ഉൾപ്പെട്ടില്ല, പരാമർശിക്കപ്പെട്ടില്ല. അതിനുശേഷം കേരള നേതാക്കളാണ് കാര്യങ്ങൾ അറിയിക്കുന്നത്. എ കെ ആന്റണിയും കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒക്കെ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഈ 2 സീറ്റുകളിലും പ്രഖ്യാപനം നടത്തുന്നില്ല. വടകരയിൽ കെ മുരളീധരന്റെ കാര്യമാണ് വലിയ പ്രതിസന്ധി. കാരണം അദ്ദേഹം പ്രചാരണ രംഗത്ത് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വം ഇതുവരെയും സ്ഥിരീകരിക്കാൻ AICC തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല എന്ന് നമുക്ക് ഒരു തരത്തിൽ ചിന്തിക്കാം. മറ്റൊരു തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയേക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഈ നീണ്ട കൂടിയാലോചനകൾ നടക്കുന്നത്. ഏറ്റവും അവസാന നിമിഷം അദ്ദേഹം വരികയാണെങ്കിൽ വലിയ ഉണർവ് അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് തരംഗമുണ്ടാക്കാമെന്ന് ഇനിയും പ്രതീക്ഷ കൈവിടാത്ത ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീലാൽ, 14ാം പട്ടികയിലും വയനാടും വടകരയും ഇല്ല. കോൺഗ്രസിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി പറയാതെ ചില കാര്യങ്ങൾ പറയുന്നു, മറ്റാരുടെയോ സമ്മർദ്ദം ഡൽഹിയിൽ ഉണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ഇനി വലിയ രാഷ്ട്രീയ ആക്ഷേപമായി വരാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്താണ് കൃത്യമായും ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? അലംഭാവം എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും? രേണുക, ജയസാധ്യതയുള്ള ഒരു സീറ്റ് അത് എങ്ങനെ നഷ്ടപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ബലം കൊണ്ട് ഒരു പക്ഷേ ജയിക്കാമായിരുന്ന ഒരു സീറ്റ് അത് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു വലിയ ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഈ ശ്രമങ്ങളെ പറയാൻ, ഈ പ്രതിസന്ധികളെ പറയാൻ. കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി രാഹുൽ ഗാന്ധി മനസ്സ് തുറക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പേര് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുകയും രാഹുൽ ഗാന്ധി മനസ്സ് തുറക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. ഇതോടെ തന്നെ പുതിയ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്നു, പുതിയ അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നു. ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ തള്ളിവിട്ടത് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കളും ചേർന്നാണ്. ഈ സംസ്ഥാന നേതാക്കൾ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നാലെ KPC പ്രസിഡന്റും വരെ പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉരുണ്ടുകളിക്കുന്നു. ഒന്നുകിൽ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള ഒരു വിശദീകരണം സംസ്ഥാന നേതൃത്വം നൽകാമായിരുന്നു. അതല്ല എങ്കിൽ ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ ആലോചിക്കുന്നില്ല, കേരളത്തിൽ മത്സരിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ള വ്യക്തമായൊരു സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ ഈ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ മാറുന്നെന്ന് നമ്മൾ കാണേണ്ട കാര്യമില്ല. സംസ്ഥാന നേതൃത്വത്തിലെ വലിയൊരു പ്രബലരായ 2-3 നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. KC വേണുഗോപാൽ അവിടെയുണ്ട്, A K ആന്റണി അവിടെയുണ്ട്, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലുമുണ്ട്. കേരളത്തിലെ വിഷയങ്ങൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവർ ഈ വച്ചു നീട്ടുന്നത്. കേരളത്തിലെ ഈ 2 സീറ്റുകളും വയനാടും വടകരയും എത്രത്തോളം പ്രാധാന്യമുള്ള സീറ്റുകളാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല അവർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിൽ ഗ്രൂപ്പിൻ്റെ ചില ഗ്രൂപ്പ് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് അദ്ദേഹത്തിന് VV പ്രകാശിനെ നേരത്തെ തന്നെ വയനാട്ടിലേക്ക് പരിഗണിച്ചിരുന്നു, സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. A K ആന്റണി അടക്കമുള്ള നേതാക്കൾ VV പ്രകാശിൻ്റെ പേര് വയനാട് സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ആ തലത്തിൽ ഉറച്ച നിലപാട് ഉമ്മൻചാണ്ടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സിദ്ദിഖിനെ വയനാട്ടിൽ തീരുമാനിക്കുന്നത്. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിച്ചിരുന്നില്ല. വയനാടും വടകരയും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാതെ നീട്ടിവെച്ചു. ഉമ്മൻചാണ്ടിയുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഒടുവിൽ KPC പ്രസിഡന്റ് ഇവർ രണ്ടുപേരുമായിരിക്കും വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥികളെന്നും ഹൈക്കമാൻഡ് പ്രഖ്യാപനം പിന്നീട് വരുമെന്നും പരസ്യമായി പ്രഖ്യാപിക്കേണ്ട ഒരു തലത്തിലേക്ക് KPC പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ള ചില വാർത്തകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരികയുണ്ടായി. ഏറ്റവും ഒടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ പേര് സജീവമാവുക. അപ്പോഴാണ് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുടെ പേര് എടുത്ത് പ്രയോഗിക്കുന്നതും അത് വലിയ ചർച്ചയാകുന്നതും. ആദ്യ 2 ദിവസങ്ങളിൽ ഇത് വലിയ ആവേശം തന്നെയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയതും. എന്നാൽ ഇപ്പോൾ ഇത് പുതിയ ഗ്രൂപ്പ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് പറയുന്നത് സിദ്ദിഖിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല, സിദ്ദിഖ് പിന്മാറുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് പുതിയ സ്ഥാനാർത്ഥിയെ വയനാട്ടിലേക്ക് കണ്ടെത്തണം. രാഹുൽ ഗാന്ധി എത്തുന്നില്ല എങ്കിൽ
രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 99.99% സാധ്യത കുറവാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ എന്നതാണ്. അതിനവർ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു ഉൾപാർട്ടി പ്രതിസന്ധി തിരിച്ചുവിടുന്നതിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ തന്നെ പറയും, ഈ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആഭ്യന്തര പടലപ്പണക്കവും ആഭ്യന്തര പ്രതിസന്ധിയും തിരിച്ചുവിടുന്നതിനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പുതിയ അടവ് പ്രയോഗിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാതിരിക്കാൻ ചിലർ നാടകം കളിക്കുന്നുവെന്ന്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് മറ്റാരെയുമല്ല, CPM തന്നെയാണ്. സീതാറാം യെച്ചൂരി അടക്കമുള്ള CPM നേതാക്കൾ അടക്കമുള്ളതല്ല, സീതാറാം യെച്ചൂരി ഈ പ്രതിപക്ഷ ഐക്യത്തിലെ പ്രമുഖ നേതാക്കൾ ശരത് പവാറിനെയും ശരത് യാദവിനെയും എല്ലാം കണ്ട് കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അത് പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുമെന്നുമുള്ള സന്ദേശം നൽകിയെന്നും അതിൻ പ്രകാരമാണ് ശരത് യാദവും ശരത് പവാറുമെല്ലാം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചതും അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാതിരിക്കുന്നതെന്നുമുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ മിനിഞ്ഞാന്ന് രാത്രി ഇങ്ങനൊരു വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ CPM വിരോധം പണ്ട് മുതൽക്ക് തന്നെ പ്രസിദ്ധമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ വഴിക്ക് ഇപ്പോൾ ഉൾപ്പാർട്ടിയിലുണ്ടായിരിക്കുന്ന കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ആ വഴിക്ക് കൂടി തിരിച്ചുവിട്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്, ചിലർ കളിക്കുന്നു, ചിലർ നാടകം കളിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അങ്ങനെ വിലയിരുത്തിയാൽ മതി. ശരി, തിരിച്ചു വരാം. എന്തായാലും രാഹുൽ വന്നില്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് VV പ്രകാശിന്റെ ഇന്നത്തെ വാക്കുകൾ. രാഹുൽ വന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മലപ്പുറം DC പ്രസിഡന്റ് VV പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം, ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരുമ്പോഴേ വല്ലാത്തൊരു നിരാശ പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. മലപ്പുറം ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുന്ന UDFിന് കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് പാർലമെൻ്ററി മണ്ഡലത്തിലാണ്. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകരുടെ വലിയ ഉത്സാഹത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, പാർട്ടി പ്രവർത്തകർ ഇന്നലകളിൽ കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നൊരു കാഴ്ചയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം, ഉടനെ തന്നെ ഇനി താമസിപ്പിക്കരുത് എന്ന് നിരന്തരമായി നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, വടകരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പല പരിഗണനകളാണ്. ആ പരിഗണനകൾ ലഭിക്കുന്ന പ്രചാരത്തിനനുസരിച്ച് പലരും മുന്നോട്ട് പോകും. അത് സ്വാഭാവികമാണ്, അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിലേ മാറ്റം എന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവൊന്നും വരുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട സാഹചര്യത്തിലാണ് T സിദ്ദിഖ് അവിടെ പ്രചാരണം നടത്തുന്നത് എന്നതാണ് VV പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാർത്തിക്, രാഹുൽ വരുന്നില്ല എന്നുറപ്പിച്ച് സീറ്റ് പിടിക്കാനുള്ള ശ്രമങ്ങളാണോ അവിടെ നടക്കുന്നത്? VV പ്രകാശിന്റെ വാക്കുകളെ നമ്മൾ എങ്ങനെ കാണണം? രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകില്ല എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് പകരം ആര് എന്ന ചർച്ചകൾ അണിയറയിൽ സജീവമായത്. രാഹുൽ ഇല്ലെങ്കിൽ T സിദ്ദിഖാവും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വീണ്ടും വയനാട് സീറ്റിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ഒരു ഗ്രൂപ്പ് പോരിലേക്ക് പോകും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് മലപ്പുറം DC പ്രസിഡന്റ് VV പ്രകാശിന്റെ വാക്കുകളിൽ ഉള്ളത്. രാഹുൽ ഇല്ലെങ്കിൽ ആര് എന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വയനാട് മണ്ഡലത്തിലേക്ക് AICC ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രചരണത്തിന് അനുസരിച്ചാണ് ചിലർ നേരത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. നേരത്തെ T സിദ്ദിഖ് പ്രചരണവുമായി മുന്നോട്ട് പോയിരുന്നു. കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ കൺവെൻഷനിലാണ് രാഹുൽ ഗാന്ധിക്കായി പിന്മാറുന്നു എന്ന പ്രഖ്യാപനം T സിദ്ദിഖ് നടത്തിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ വന്നില്ലെങ്കിൽ അത് T സിദ്ദിഖ് ആയിരിക്കും പകരക്കാരൻ എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരം സാധ്യതകളെല്ലാം അടയ്ക്കുകയാണ് ഈ VV പ്രകാശിന്റെ വാക്കുകളിലൂടെ. നേരത്തെ തന്നെ A ഗ്രൂപ്പും I ഗ്രൂപ്പും വയനാട് ഒരു ഉറച്ച മണ്ഡലം എന്ന നിലയിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തത്തിൽ T സിദ്ദിഖിന് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം വീണ്ടും ചർച്ച ചെയ്യും. ഹൈക്കമാൻഡിന് മുന്നിൽ 3 പേരുകളുണ്ട്, അതടക്കമുള്ളവ വീണ്ടും ചർച്ച ചെയ്യും എന്നാണ് VV പ്രകാശിന്റെ വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ A ഗ്രൂപ്പും I ഗ്രൂപ്പും
ഓരോ പേരുകൾ പറഞ്ഞിരുന്നു. KP മജീദിൻ്റെയും അതോടൊപ്പം തന്നെ ടി സിദ്ദീഖിൻ്റെയും പേരുകളാണ് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. അതോടൊപ്പം ഷാനിമോൾ ഉസ്മാനും ഉണ്ടായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി. സ്വാഭാവികമായും ഇനി 2 പേരുകൾ. അന്ന് ആ ഘട്ടത്തിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി VV പ്രകാശിന്റെ പേര് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിക്കുകയും ചെയ്തു. AK ആന്റണി അടക്കമുള്ളവരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂട്ടി വായിക്കണം. നിലവിൽ പകരക്കാരൻ ആര്, രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്ടിൽ പകരം ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പകരം സിദ്ദിഖ് എന്ന പ്രതീക്ഷ, അത്തരം പ്രതീക്ഷകൾക്കുള്ള സാധ്യതകൾ കൂടി അടയ്ക്കുകയാണ് VV പ്രകാശ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ. രാഹുൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും മലപ്പുറം DCC പ്രസിഡന്റായ VV പ്രകാശ് AICCക്ക് മെയിൽ അയച്ചിരുന്നു. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉറപ്പായും കേരളത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ മലപ്പുറം ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന അനൈക്യം, ആ അനൈക്യം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ സാധ്യതകൾ ചർച്ച ചെയ്യപ്പെട്ടതോടുകൂടി ആ അനൈക്യം മാറി. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള മേൽക്കൈകൾ അത് ഇല്ലാതാക്കരുത്. സാധാരണ ജനങ്ങൾക്ക് സാങ്കേതികത്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊരു പ്രതികരണമാണ് VV പ്രകാശ് നടത്തുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ വയനാട് സീറ്റിലേക്ക് കൂടുതലായും പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് VV പ്രകാശ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. ടി സിദ്ദിഖ് ഇപ്പോൾ പ്രചാരണം ആദ്യഘട്ടത്തിലൊക്കെ നടത്തിയത് പരിഗണിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ സ്ഥാനാർത്ഥി ആര് എന്ന് വ്യക്തമാകൂ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കാർത്തികിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ചർച്ചകളെ ആകെ വഴിതിരിച്ച് വിടാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് ഈ അനിശ്ചിതത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അത് ഡൽഹിയിൽ ചിലർ നടത്തുന്ന വലിയ ശ്രമങ്ങളാണ് ഈ അനിശ്ചിതത്വത്തിന് കാരണം എന്ന നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചത്. മാധ്യമപ്രവർത്തകർ ഇതിൽ വ്യക്തമായി കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. കൂടുതൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ഒരു സന്ദേശമാണ്, അതായത് CPM-ന് നേരെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ മുന്നിൽ നീങ്ങുന്നത്. പക്ഷേ അദ്ദേഹം പരോക്ഷമായി CPM-നെ സൂചിപ്പിക്കുമ്പോഴും പ്രത്യക്ഷമായി CPM-ന്റെ പേര് എടുത്തു പറയാൻ അദ്ദേഹം തയ്യാറായില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചിലർക്ക് വലിയ ആശങ്കയാണ് ഉണ്ടായത്. അത്തരം ആളുകൾ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നാടകം കളിക്കുകയാണ്. എന്നാൽ അവർ ആരാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് ഞാൻ പിന്നീട് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമെന്ന ഒരു നേരിയ പ്രതീക്ഷ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കിടയിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ പേര് പറയേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് മുല്ലപ്പള്ളി CPM-നെ പരോക്ഷമായി വിമർശിച്ചത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്താതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുല്ലപ്പള്ളി CPM-ന്റെ പേര് ഉന്നയിക്കാമെന്നാണ് മുല്ലപ്പള്ളി കരുതുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഉമ്മൻചാണ്ടി പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന് താൻ പറഞ്ഞിരുന്നില്ല എന്ന ഒരു പ്രസ്താവനയാണ് ഉമ്മൻചാണ്ടി ഇന്നലെ നടത്തിയത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം എന്താണെന്ന് തനിക്കറിയില്ല. താൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകതയും ആഗ്രഹവുമാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചത്. അതായത് ഈ സംഭവ വികാസങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്ന പ്രസ്താവന ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ച ഉമ്മൻചാണ്ടി പിന്നാലെ രമേശ് ചെന്നിത്തലയിൽ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്തൊക്കെ വെറും കാഴ്ചക്കാരന്റെ റോൾ മാത്രമായിരുന്നു മുല്ലപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു അഭിപ്രായ ഭിന്നത വ്യത്യാസം ഈ കാര്യത്തിൽ മുല്ലപ്പള്ളിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇന്ന് നടത്തിയ പരോക്ഷ വിമർശനം. എന്തായാലും മുല്ലപ്പള്ളിയുടെ പ്രസ്താവന CPM-നെതിരെയാണ് ചൂണ്ടുന്നത്. ഈ കാര്യത്തിൽ കക്ഷികൾക്ക് ആശങ്കയുണ്ടെന്ന് ഇവിടെ TJ ശ്രീലാൽ, CPM-നെ ലക്ഷ്യമിട്ട് തന്നെയാണ് മുല്ലപ്പള്ളി ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തിയത്. പക്ഷേ അതൊരു മണ്ടത്തരം തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരത്തില്ലേ? ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കോലീബി സഖ്യം സംബന്ധിച്ചുള്ള വാർത്തകൾ ഉയരുമ്പോൾ BJP ഉയർത്തിയ ആക്ഷേപം ഇവിടെ കോമാ സഖ്യം ആണ് ഉള്ളത് എന്നതായിരുന്നു. അതിന് വളമിട്ട് കൊടുക്കുന്ന തരത്തിൽ അത്തരം ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന തരത്തിലല്ലേ ഇപ്പോൾ മുല്ലപ്പള്ളി കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിയെ ചൂണ്ടിക്കാട്ടി ആക്ഷേപം ഉന്നയിക്കുന്നത്? രേണുക, മണ്ടത്തരം മാത്രമല്ല, അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന, കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. കേരളത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരൊക്കെയാണ്? ഒന്ന്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇപ്പോൾ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, ആന്ധ്രയുടെ ചുമതല വഹിക്കുന്നു. 2, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 3, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 4, AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന, അതായത് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും സംഘടനാപരമായി നോക്കുമ്പോൾ രണ്ടാമനായിട്ടുള്ള AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 5,
പ്രവർത്തക സമിതി അംഗവും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളുമായ AK ആന്റണി. ഈ 5 പേര് ആവശ്യപ്പെട്ടു. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മൊത്തം ആവശ്യമായി വ്യാഖ്യാനിക്കുകയല്ല, മൊത്തം ആവശ്യമായി മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ആവശ്യം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രമുഖരായ 5 നേതാക്കളും കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും ആവശ്യപ്പെട്ട ശേഷവും സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവോ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരാതിരിക്കുകയാണ് എങ്കിൽ ഈ നേതാക്കൾ അവരുടെ പദവി രാജിവെക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ഇവർ പറയുന്നു കേരളത്തിൻ്റെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു, KPCCയുടെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യമായി ഒരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വയ്ക്കുന്നു. അതിനുശേഷവും സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ കേരളത്തിലെ CPM നേതാക്കളോ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം ഉണ്ടാകുകയും രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആർക്കാണ് രാഹുൽ ഗാന്ധിയിൽ സ്വാധീനമുള്ളത് എന്ന ചോദ്യമാണ് ഉയരാൻ പോകുന്നത്. KPCCയുടെയും ഈ നേതാക്കളുടെയും, ഞാൻ നേരത്തെ പേര് പറഞ്ഞ നേതാക്കളുടെയും നിലപാടുകൾക്ക്, അവരുടെ ആവശ്യത്തിന് ACC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി എന്ത് വില നൽകുന്നു, എന്ത് വില കൽപ്പിക്കുന്നു തുടങ്ങിയ വലിയ ചോദ്യങ്ങൾക്കാണ് KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ടത്. തൽക്കാലത്തെ വടിയായി അദ്ദേഹം ഇതെടുത്ത് അടിക്കുന്നു. അദ്ദേഹം ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ സൂചനകൾ ആർക്ക് നേരെയാണ് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് സ്വന്തം സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുക തന്നെയാണ്. ഇതൊരു നിർദ്ദേശമായി ഞാൻ മുന്നോട്ട് വയ്ക്കുകയല്ല. അത്രയ്ക്ക് വലിയ ഒരു തരം താഴ്ത്തൽ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഒരു തരത്തിലേക്കാണ് KPCCയെ ACC എടുത്ത് തരം താഴ്ത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ പ്രശ്നം ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങൾ അത് മറയ്ക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം, നേരത്തെ ഉണ്ടായ പ്രശ്നം, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ട ഏറ്റവും നല്ല വഴിയാണ് ഇത് മറ്റൊരു വഴിയിലേക്ക് ഈ പ്രതിസന്ധിയും ഈ ആരോപണങ്ങളും മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടുക. അതിലൂടെ ഒരു പുതിയ ഒരു ഏറ്റുമുട്ടലിന് വഴി തുറന്നുകൊണ്ട് ഉൾപ്പാട്ടിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. പക്ഷേ അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല VV പ്രകാശിനെ പോലൊരു നേതാവ് ഇത്ര മധുരമായി തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വീണ്ടും രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. വളരെ മധുരമായി തന്നെയാണ് VV പ്രകാശ് ആ നിലപാട് മുന്നോട്ട് വച്ചത്. അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അദ്ദേഹം വരണമെന്ന് തന്നെയാണ് ഇപ്പോഴും ആവശ്യം. കഴിഞ്ഞ ദിവസം കൂടി മലപ്പുറം DCC ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ACCക്കും രാഹുൽ ഗാന്ധിക്കും മെയിൽ സന്ദേശം അയച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി വന്നില്ല എങ്കിൽ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണമെന്ന് സംസ്ഥാനത്തിന് അറിയില്ല. അത് ഹൈക്കമാൻഡ് തന്നെ പരിഹരിക്കണമെന്നാണ്. സംസ്ഥാനത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കാര്യം VV പ്രകാശ് മറന്നതുകൊണ്ടല്ല. അദ്ദേഹം പറയുന്നു ഇനിയും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സംസ്ഥാനത്തിന് അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നിലവിൽ പറഞ്ഞ പേരുകാരന് ഇനി പ്രസക്തിയില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. അതിനുശേഷം പറയുന്നു വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ വണ്ടൂർ, ഏറനാട്, മലപ്പുറം, നിലമ്പൂർ, ഈ 3 മണ്ഡലങ്ങൾ അത് മലപ്പുറം ജില്ലയുടെ കീഴിലാണ് എന്ന് പറയുന്നു. അതായത് മലപ്പുറം DCCയുടെ കീഴിൽ വരുന്ന ഈ 3 മണ്ഡലങ്ങൾ അവിടെ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് സ്വയം അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. തീർച്ചയായും വളരെ വളരെ മധുരത്തിൽ പൊതിഞ്ഞ് തൻ്റെ സ്ഥാനാർത്ഥിത്വം VV പ്രകാശ് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം VV പ്രകാശ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. രാഹുൽ ഗാന്ധി വരില്ല എന്ന് ഉറപ്പായതോടെ ഗ്രൂപ്പ് പോര് വീണ്ടും ശക്തിപ്പെടുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയാണ് രാഹുൽ ഗാന്ധി വരും എന്നുള്ള ഒരു നിലപാട് എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അത് ബാക്ക് ഫയർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചടിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ഇനിയും സിദ്ദിഖിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന ഒരു ആലോചന കൂടി, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ഒരു വികാരം കൂടി ഐ ഗ്രൂപ്പിനുള്ളിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് VV പ്രകാശ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. VV പ്രകാശ് ഒരു കാരണവശാലും സ്വന്തം നിലയ്ക്ക് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയെന്ന് കരുതുക എളുപ്പമല്ല. മുൻ എക്കാരനാണ് VV പ്രകാശ്. അദ്ദേഹം ഇപ്പോൾ പ്രസ്താവന മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ചില ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വരില്ല എന്നുള്ള വാർത്തകൾ ാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു സൂചനകൾ പുറത്തു വന്നത്. അതിനു മുമ്പ് തന്നെ ചില സംഘടനകളെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് സിദ്ദിഖിനെ മാറ്റിയത് ശരിയായില്ല എന്നുള്ള ചില പരാതികളും പരിഭവങ്ങളും വന്നിരുന്നു. ഇതെല്ലാം തന്നെ കൂട്ടുവായിക്കേണ്ടത് രാഹുൽ ഗാന്ധി എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സീറ്റ് പിടിക്കാൻ വീണ്ടും ഗ്രൂപ്പുകൾ കച്ചമുറുക്കുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും രാഹുൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന, ഒരുപക്ഷെ അദ്ദേഹം ഇനി വരും മണിക്കൂറുകളിൽ അത് തിരുത്തിയാലും മതി. നേരത്തെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തി 1 മണിക്കൂറിനകം ആ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ തിരുത്ത് പറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും അതിൽ കൂടുതൽ വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ തിരിച്ചു വരാം ശ്രീലാലിലേക്ക്. ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹീദ്,
ലീഗിന് ഇപ്പോഴത്തെ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്ന വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ ആ സാധ്യത കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾ എത്തി എന്ന ഒരു വിലയിരുത്തലിലാണ് ലീഗ് എന്ന് മനസ്സിലാക്കുന്നു. മുതിർന്ന നേതാക്കൾ യോഗം ചേർന്ന് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. എന്താണ് ലീഗിന്റെ നീക്കം? രേണുക, ലീഗ് ഈ കാര്യത്തിൽ വലിയ അതൃപ്തിയിലും അമർഷത്തിലുമാണ്. ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം മലപ്പുറത്ത് ചേർന്നിരുന്നു. മുസ്ലിം ലീഗ് MLA-മാരെ കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള ഈ യോഗത്തിൽ വലിയ വിമർശനമാണ് MLA-മാർ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ഈ അനിശ്ചിതത്വം അനന്തമായി നീണ്ടുപോകുന്ന കാര്യത്തിൽ അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പരസ്യമായി പ്രകടിപ്പിക്കുന്നതെന്ന് ടി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം രാഹുൽ ഉടൻ വരണമെന്നാണ്, ഉടൻ വരേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു നിലപാടിലേക്ക് ടി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പോയത് അത്രത്തോളം വിമർശനവും പരാതിയും MLA-മാരും മറ്റ് പാർട്ടി ഭാരവാഹികളും ഉന്നയിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വയനാട്ടിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രത്യേകമായി യോഗം ചേർന്ന് ഈ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഈ അനിശ്ചിതത്വം വൈകുന്നതിലുള്ള തങ്ങളുടെ കടുത്ത പ്രതിഷേധം കോൺഗ്രസിനെ അറിയിക്കുക എന്നുള്ളൊരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ ഒരു UDF-ന് ഉറച്ച മണ്ഡലമാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ലഭിക്കുന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗിന് അത് വലിയ വോട്ടുണ്ട്. തങ്ങളുടെ ഈ വോട്ട് ഈ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം കാരണം തങ്ങളുടെ വോട്ടർമാരോട് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ചും വയനാട്ടിലുള്ളവർ, വയനാട് മലപ്പുറം ജില്ലകളിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും അവരുടെ നേതാക്കന്മാരും വിശദീകരിക്കുന്നത്. ഇത് അടിയന്തരമായി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. കാരണം പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ചും എതിർകക്ഷികൾ, LDF സ്ഥാനാർത്ഥി സുനീർ വലിയ കൃത്യമായ രീതിയിലുള്ള മണ്ഡലം പര്യടനങ്ങൾ നടത്തുന്നു, സ്ഥാനാർത്ഥി പ്രചരണങ്ങൾ നടത്തുന്നു, കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ തരത്തിൽ താഴെത്തട്ടിൽ കൃത്യമായ പ്രചരണമായി മുന്നോട്ട് പോകുമ്പോൾ പ്രവർത്തകർ നിസ്സഹായരായി, മുസ്ലിം ലീഗ് പ്രവർത്തകർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ മലപ്പുറത്ത് 3 മണ്ഡലങ്ങൾ വയനാടിന്റെ ഭാഗമാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് പതിവായി ഉണ്ടാകാറുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ. ഇവർ നിസ്സഹായരായി, നിസ്സംഗരായി നോക്കി നിൽക്കേണ്ട സാഹചര്യം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ, AIC നേതൃത്വത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രവർത്തകരുടെ ഈ പ്രതിഷേധം അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് വയനാട്ടിൽ ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കുന്നത്. തങ്ങളുടെ കടുത്ത പ്രതിഷേധം, പ്രവർത്തകർക്കും അണികൾക്കുമുള്ള പ്രതിഷേധം കോൺഗ്രസിനെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇപ്പോൾ അവിടെ യോഗം ചേരാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വിജയം ഉറപ്പുള്ള മണ്ഡലത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം കാരണം രാഹുൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വലിയ ആവേശത്തോടു തുടരുക. ഇപ്പോൾ LDF കൺവീനർ A വിജയരാഘവൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ A വിജയരാഘവൻ, വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി, UDF സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുകയാണ്. 6 ദിവസമായി രാഹുൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഒക്കെ തുടർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ അഭിപ്രായം തേടേണ്ടത് ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ വരാതിരിക്കാൻ ഡൽഹിയിൽ ചിലർ ശ്രമിക്കുന്നു, അവരുടെ സമ്മർദ്ദമാണ് ഈ അനിശ്ചിതത്വത്തിന് കാരണം എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM-നെ ചൂണ്ടിയാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്ന വ്യാഖ്യാനം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളുടെ മൂല്യക്കുറവിനെയാണ് ഞാൻ നോക്കിയിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാധീനം ചെലുത്തിയാൽ അതിന് വിധേയനാവുന്ന ഒരാളാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന AICC പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം AICC പ്രസിഡന്റിനെ ഏറ്റവും വലിയ ബഹുമാന്യ നേതാവ് എന്ന് അദ്ദേഹം പറയുന്ന രാഹുൽ ഗാന്ധിയെ ചുരുക്കിയിരിക്കുകയാണ്. മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇന്നലെ നടത്തിയ പ്രസ്താവനയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രസ്താവനയാണ്, പ്രതികരണമാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ക്ഷതമുണ്ടാക്കുന്ന പ്രസ്താവന. തീർച്ചയായും അത്തരത്തിലൊരു രാഷ്ട്രീയ മണ്ടത്തരവും ഉത്തരവാദിത്തക്കുറവും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാമെങ്കിൽ പോലും ഇത് സാധാരണക്കാർ കേൾക്കുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ. CPM-ന് കൂടി, CPM അത്തരം ഒരു സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നത് CPM-നെ കൂടി ബാധിക്കുന്നതല്ലേ? പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ സീതാറാം യെച്ചൂരി വയനാട്ടിൽ പ്രചാരണവുമായി ബന്ധപ്പെട്ട് എത്താത്തതൊക്കെയും ആ രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ആയതിനാൽ. അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതില് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അവരുടെ നേതൃത്വത്തിൽ ആര് മത്സരിക്കണമെന്ന്, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നും അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും CPM അഭിപ്രായം പ്രകടിപ്പിക്കുന്നില്ല. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കും അത് ആ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന്.
ഇപ്പോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP-ക്കെതിരായി പരമാവധി ശക്തികളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഏകോപനത്തിന് പ്രാധാന്യം നൽകാതെ കേവലം പ്രചരണപരതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ഈ വിഷയങ്ങളെ ആകെ ഉയർത്തിക്കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായും ആ മുന്നണിക്കകത്തുണ്ടായ UDF-നകത്തുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി രൂപപ്പെട്ട ഒരു മരവിപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക പ്രചരണം എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളാണോ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയത് എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ്. അവരെ ആരോപിക്കേണ്ട ഒരു പ്രശ്നം ഇന്നത്തെ കാര്യത്തിൽ BJP-യെ തോൽപ്പിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്നതല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ. വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. TJ ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. ശ്രീലാൽ, കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ തികഞ്ഞ അസംബന്ധമാണ് എന്ന തരത്തിലൊക്കെയും പറഞ്ഞ് തള്ളാൻ കഴിയുമോ CPM-ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളിലൂടെ ഉയർന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തെ? കാരണം പല ഇടപെടലുകളും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുള്ളപ്പോൾ. രേണുക, നമ്മൾ LDF കൺവീനറിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അത്ര രൂക്ഷമായ പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം, രാഹുൽ ഗാന്ധി തീരുമാനിക്കണം. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്, ഇനി കേരളത്തിലേക്ക് വരണമോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കണം തുടങ്ങിയ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് തുടങ്ങിയ വിശേഷണങ്ങളും വിജയരാഘവൻ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും മുല്ലപ്പള്ളി ആരോപിക്കുന്നത് പോലുള്ള ചില ആലോചനകൾ, ചില ഇടപെടലുകൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ അറിഞ്ഞതും കേട്ടതുമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ശരത് പവാറും ശരത് യാദവും എല്ലാം ഈ ഒരു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് എതിരെ അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ച് പരസ്യമായി രംഗത്തെത്തിയതും അവർ ഇക്കാര്യം കോൺഗ്രസിനെ അറിയിച്ചതും. അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന BJP ബദലിന് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കും. നാളെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഇതൊരു പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ശരത് പവാറും ശരത് യാദവും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ ദേശീയ ബദൽ എന്നുള്ള ഒരു സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഈ വിഷയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള ഒരു ചർച്ച ഉണ്ടായപ്പോൾ തന്നെ നമ്മളും ചോദ്യമുണ്ടായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സന്ദേശം, ആരാണ് മുഖ്യശത്രു എന്ന സന്ദേശം നൽകുമ്പോൾ എന്താണ് അക്കാര്യത്തിൽ വരുന്ന ഒരു വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അന്ന് തന്നെ ഈ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ KPCC പ്രസിഡന്റ് പക്ഷേ ഇത് പരസ്യമായി പറയുന്നത് എത്രത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യും, കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യത്തിന് അത് എത്രത്തോളം കോട്ടമുണ്ടാക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. KPCC പ്രസിഡന്റ്, ഒപ്പം തന്നെ കേരളത്തിലെ മറ്റു സമുന്നതരായ നേതാക്കൾ, രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, ഈ നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കണം എന്ന ആവശ്യം തുറന്നു തന്നെ പറയുകയും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വയ്ക്കുകയും അങ്ങനെ ഒരു വലിയ പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തുകയും എല്ലാം ചെയ്ത ശേഷം ഡൽഹിയിൽ ചില നാടകങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ആരാണ് നാടകം കളിക്കുന്നത് പറയുന്നില്ല, പിന്നീട് പറയാം. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ ചെറുക്കാൻ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി വന്ന ശേഷം ഒരു പക്ഷേ ഡൽഹിയിൽ ഇങ്ങനെ വലിയ നാടകങ്ങൾ നടന്നിരുന്നു, അതിനെ മറികടന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇതാ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബലവും നേട്ടവും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവീര്യവും ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ, അത് KPCC പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് പ്രവർത്തകരിൽ നിന്ന് ചോർത്തിയെടുക്കുന്ന ആത്മവീര്യവും വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ കേരളത്തിലെ സമുന്നതരായ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിട്ടും CPM-ൻ്റെ ചില നേതാക്കൾ, പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ചില നേതാക്കൾ, ചില ആളുകൾ, ഇപ്പോൾ CPM തന്നെ മാറ്റിവെച്ചോളൂ, ഏതോ ചില ആൾക്കാർ എന്ന് തന്നെ വെച്ചോളൂ, അപ്പോൾ പോലും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിൽ നിന്നും ഏറ്റവും പ്രധാനമായി ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന നേതാക്കൾ, ഇവരെല്ലാം ആവശ്യപ്പെട്ട ശേഷവും ചില നാടകങ്ങൾ നടക്കുന്ന കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തില്ല എന്ന് പറയുമ്പോൾ
കേരളത്തിലെ നേതാക്കൾക്ക് ACC പ്രസിഡന്റിലുള്ള സ്വാധീനം, കേരളത്തിലെ നേതാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്വാധീനം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടില്ലേ എന്ന ഒരു ആലോചന പോലും KPC പ്രസിഡന്റ് ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ്താവനയുടെ ഏറ്റവും ദുഃഖകരമായ കാര്യം. തീർച്ചയായും. ഏതായാലും 6ാം ദിവസവും അനിശ്ചിതത്വം തുടരുകയാണ്. കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് പോലും നയിക്കുന്ന തരത്തിൽ രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തി നിൽക്കുന്നു. രാഹുൽ വന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞത്. രാഹുൽ വന്നില്ലെങ്കിൽ വയനാട്ടിൽ T സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നില്ല എന്നും VV പ്രകാശ് പറഞ്ഞു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം, ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരുമ്പോഴേ വല്ലാത്തൊരു നിരാശ പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. മലപ്പുറം ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുന്ന, UDFിന് കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് പാർലമെൻ്ററി മണ്ഡലത്തിലാണ്. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ. ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകരുടെ വലിയ ഉത്സാഹത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, പാർട്ടി പ്രവർത്തകർ ഇന്നലകളിൽ കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നൊരു കാഴ്ചയുണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം, ഉടനെ തന്നെ ഇനി താമസിപ്പിക്കരുത് എന്ന് നിരന്തരമായി നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, വടകരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പല പരിഗണനകളാണ്. ആ പരിഗണനകൾ ലഭിക്കുന്ന പ്രചാരണത്തിനനുസരിച്ച് പലരും മുന്നോട്ട് പോകും. അത് സ്വാഭാവികമാണ്. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിലേ മാറ്റം എന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവൊന്നും വരുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഏതായാലും വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി നീളുന്ന സാഹചര്യം വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിലെ നയിക്കുന്നത്. ഒപ്പം UDFിലും വലിയ അതൃപ്തികൾ ഉടലെടുത്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ്